അവനെ റിമാൻഡ് ചെയ്തു, ആ മേഘനെ. ആശ്വാസമായി. അവന് ജാമ്യം കിട്ടിയില്ലല്ലോ. ഇനി 14 ദിവസം ജയിലില്ല. അവിടുന്ന് പിന്നെ ജാമ്യം കിട്ടുമെന്ന് അറിയില്ല. അങ്ങനെ അവൻ ജയിൽ പുള്ളി ആയല്ലോ. അതിനൊക്കെ അർഹതയുള്ളവനാ. ജയിലിൽ കിടന്നിട്ട് ഇറങ്ങുന്നവൻ ഒരിക്കലും നല്ലവനാകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരില്ല. ഇനി അവൻ കൂടുതൽ അപകടകാരി ആവാനാണ് സാധ്യത. അവന്റെ മനസ്സ് കണ്ടറിഞ്ഞ ദൈവങ്ങൾ അവൻ ഓരോരോ തിരിച്ചടി കൊടുക്കുന്ന. സ്വത്തും പണവും മോഹിച്ച് നടന്നിട്ടിപ്പോ എന്തായി സാഗരേട്ടാ? ഒരുത്തിക്കും കുഞ്ഞിനും അവനിപ്പോ ചെലവിന് കൊടുക്കേണ്ടി വന്നില്ലേ? അതിനൊപ്പം ഇനി കേസും നടത്തണ്ടേ? അവനെ കണ്ണേട്ടന്റെ തണല്ല തടിച്ചു കൊഴുത്തത്. ഇപ്പൊ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസില് അവൻ ഒരു സ്ഥാനവും ഇല്ല. ജ്വല്ലറിന്നും പുറത്തായി. ജോലിയും കൂലിയും ഇല്ലാത്തവൻ അധികം വൈകാതെ തന്നെ പാപ്പരാവും. അങ്ങനെ പാപ്പരാവുന്ന മേഘനെ ഭയക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവനും അവന്റെ അച്ഛനും ഒക്കെ ചില്ലറയൊന്നുമല്ല ആഗ്രഹിച്ചത്. അത് അവനൊപ്പം നടന്ന സമയത്ത് എനിക്കറിയാം. കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മൊത്തത്തിൽ വിഴുങ്ങണമെന്ന് തീരുമാനിച്ചവരാ മേഘനും അവന്റെ അച്ഛനും. അവിടെ നിന്നാണ് അവർക്ക് ഈ വീഴ്ചയുണ്ടായിരിക്കുന്നത്. അതിനിടയില് അവർക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മൾ അറിഞ്ഞൊരു കാര്യം. കണ്ണേട്ടൻ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുക. തോമസ് സാറും പറഞ്ഞില്ലേ ഉടനെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കുമെന്ന്. അങ്ങനെ വന്നാ പിന്നെ മേഘനും അമ്മാവനും മാത്രമല്ല, എന്റെ ആങ്ങളയ്ക്കും അമ്മയ്ക്കും ഒക്കെ അതൊരു തിരിച്ചടി തന്നെയായിരിക്കും. കരുണയെന്ന് എന്റെ ഏട്ടത്തെയും അതോടെ തകർന്ന് തരിപ്പണമാവും. ഇപ്പൊ തന്നെ ഏട്ടത്തിയുടെ മുമ്പിൽ അവർക്ക് ആളാവാൻ ആകെ ഉണ്ടായിരുന്ന കുഞ്ഞും പോയി. ഇനി മിക്കവാറും ആ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നത് ഏട്ടത്തിക്കായിരിക്കും. കണ്ണേട്ടൻ നടക്കും സാഗരേട്ടാ. കണ്ണേട്ടന്റെ ചോരയില് ഏട്ടത്തിക്കൊരു കുഞ്ഞും ജനിക്കും. എന്റെ മനസ്സങ്ങനെയാ പറയുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്നാ പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നീ എന്തെങ്കിലും കഴിക്കാനെടുത്ത് വയ്ക്കേ. ശരി. കണ്ണേട്ടാ, സാഗർ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. യഥാർത്ഥ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പോലീസല്ല, മാർക്കോയും തോമസ് സാറെല്ലാം കൂടെയാ കണ്ടെത്തിയത്. എന്തായാലും ഇപ്പൊ മേഘനാണല്ലോ പ്രതി. ആ നിലയ്ക്ക് നമ്മൾ സാഗറിനോട് കാണിച്ചത് തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പൊ തോന്നുക. ഒരിക്കലും സാഗറിനെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടി ഇപ്പോ മഞ്ജു സെയിൽസ് ഗേളായിട്ട് പോവാ. അതങ്ങനെ അത്ര മോശം ജോലിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇത്രയും നല്ല പൊസിഷനിൽ ഇരിക്കുമ്പോ മഞ്ജു അങ്ങനെ നിന്നാ മതിയോ? അവക്ക് നല്ലൊരു ജോലി കൊടുക്കണ്ടേ? എടോ, ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ MD താനാടോ. അവൾക്ക് നല്ലൊരു ജോലി കൊടുക്കണമെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ താനവളുടെ നിലയ്ക്കും വിലയ്ക്കും യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു ജോലി കൊടുക്ക്. നമ്മുടെ ഫിനാൻസിയേഴ്സിലേക്കോ കൺസ്ട്രക്ഷൻ കമ്പനിയിലോ അതുമല്ലെങ്കിൽ ജുവലറിലോ മറ്റോ. അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി അവക്ക് കൊടുക്കണം കണ്ണേട്ടാ. അവളോട് തന്നെ ചോദിക്കാം അവക്ക് എന്താ വേണ്ടെന്ന്. അതിനൊന്നിനും ഞാനെതിരല്ല. സാഗർ നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോ തന്നെ പകുതി ആശ്വാസമായി. അതിനേക്കാൾ ഉപരി അവനോട് മതിപ്പ് തോന്നിയത് ഉള്ള ജോലി പോയപ്പോ അവൻ ആത്മാഭിമാനത്തെപ്പറ്റി ചിന്തിക്കാതെ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വരെ എത്തിയില്ലേ. ദിവസക്കൂലിക്ക് ജോലി ചെയ്തില്ലേ. അതൊക്കെ വളരെ നല്ല മാറ്റം. സാഗറും മഞ്ജുവും തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് നടത്തിയത് മാർക്കോയാ. അതുകൊണ്ട് അവരുടെ ഭാഗത്തൊരു ശരിയുണ്ടെങ്കിൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയിട്ട് മാർക്കോ അവർക്കൊപ്പം നിൽക്കും. അതുകൊണ്ടാ ഇപ്പൊ വലിയൊരു ആപത്തിൽ നിന്ന് സാഗർ രക്ഷപ്പെട്ടത്. മേഘന്റെ കാര്യം ഞാൻ ആലോചിക്കുക. അവൻ ഒരു രീതിയിലും മഞ്ജുവിനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുക. അതുകൊണ്ട് എന്താ ഇപ്പൊ കണ്ണേട്ടാ, അവൻ ജയിലിലായില്ലേ? എന്നേ അവന് ജയിൽ പുള്ളി എന്നുള്ള പേര് വീഴേണ്ടതാ.
പെണ്ണിന്റെ മാനത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത അവനൊക്കെ പുറത്തല്ല അകത്താ കിടക്കേണ്ടത്.